ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ എണ്ണം 18ആയി. 50ഓളം പേർക്ക് പരിക്കേറ്റു. പ്ലാറ്റ്ഫോമിലെ അനൗൺസ്മെന്റിലെ ആശയക്കുഴപ്പമാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് ഡൽഹി പോലീസിന്റെ നിഗമനം. സംഭവത്തിൽ റെയിൽവേ അന്വേഷണത്തിനായി 2 അംഗ സമിതിയെ നിയോഗിച്ചു. ശനിയാഴ്ച രാത്രിയുണ്ടായ അനിയന്ത്രിതമായ തിക്കും തിരക്കുമാണ് ആളപായത്തിനും പരിക്കിനും ഇടയാക്കിയത്. പ്രയാഗ്രാജിലേക്കുള്ള ട്രെയിൻ വരുന്ന 14-15 പ്ലാറ്റ്ഫോമുകളിലാണ് ആൾക്കൂട്ടം തിങ്ങിക്കൂടിയത്. പ്രയാഗ്രാജ് എക്സ്പ്രസിൽ പോകാനായി ആയിരങ്ങളാണ് രാത്രി സ്റ്റേഷനിലെത്തിയത്. പ്ലാറ്റ്ഫോം 14 നിന്നായിരുന്നു ട്രെയിൻ പോകേണ്ടിയിരുന്നത്. അതേസമയം 12-13 പ്ലാറ്റ്ഫോമുകളിൽ എത്തേണ്ടിയിരുന്ന സ്വതന്ത്ര സേനാനി ഭുവനേശ്വർ രാജധാനി എക്സ്പ്രസുകൾ വൈകിയതോടെ 3 പ്ലാറ്റ്ഫോമുകളിലും വലിയ ജനക്കൂട്ടമുണ്ടായി. തുടർന്നാണ് തിക്കും തിരക്കുമുണ്ടായത്. അതേസമയം റെയിൽവേ സ്റ്റേഷനിലെ അനൗൺസ്മെന്റിലുണ്ടായ ആശയക്കുഴപ്പമാണ് അപകടത്തിൽ കലാശിച്ചതെന്നാണ് ഡൽഹി പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രയാഗ്രാജ് എക്സ്പ്രസ് ട്രെയിൻ 14 നമ്പർ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതിനിടെ പ്രയാഗ്രാജ് സ്പെഷ്യൽ ട്രെയിൻ 16 നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയെന്ന അറിയിപ്പും വന്നു. ഇത് ആശയക്കുഴപ്പമുണ്ടാക്കി. ഇതോടെ യാത്രക്കാർ 16 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് നീങ്ങിയതാണ് തിക്കിനും തിരക്കിനും ഇടയാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇത് റെയിൽവേ സ്ഥിരീകരിച്ചിട്ടില്ല. സംഭവത്തിൽ 2 അംഗ സമിതിയെ അന്വേഷണത്തിനായി റെയിൽവേ നിയോഗിച്ചു. പ്രിൻസിപ്പൽ ചീഫ് കൊമേഴ്ഷ്യൽ മാനേജർ, പ്രിൻസിപ്പൽ സെക്യൂരിറ്റി കമ്മീഷണർ എന്നിവർക്കാണ് അന്വേഷണ ചുമതല. മരിച്ച 18 പേരിൽ 5 പേർ കുട്ടികളും 11 പേർ സ്ത്രീകളുമാണ്. മരിച്ചവരിൽ കൂടുതലും ബിഹാർ സ്വദേശികളുമാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപയും നിസാര പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്.